വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റോടു കൂടി അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയാലോ. 2 ഗ്ലാസ് പച്ചരി രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ ഇതാ ഒരു 250 ഗ്രാം ശർക്കര ഉരുക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങക്കൊത്ത്. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് മോൻ വന്നതിന് 2-3 എടുത്ത് കഴിക്കാം കേട്ടോ. പിന്നെ നമ്മൾ പച്ചരി അരയ്ക്കുക കേട്ടോ. ഈ ശർക്കര പാനിയിൽ വേണം അത് അരച്ചെടുക്കാനായിട്ട്. ഞാൻ 2 സെക്ഷനായിട്ടാട്ടോ അരച്ചെടുക്കുന്നത്. രണ്ടാമത്തെ സെറ്റിലേക്ക് ഒന്ന് അരഞ്ഞു കഴിഞ്ഞാൽ 3 പൂമ്പഴം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. പിന്നെ ചെറിയ ജീരകവും ഏലക്കയും കൂടെ ഇട്ട് ഒന്നുകൂടെ അരച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും അതുപോലെ 1/2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ഇട്ട് നന്നായി ചേർത്ത് ഇളക്കിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ കറുത്ത എള്ളും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് ബാലൻസ് ചെയ്യണം ഇതിൻ്റെ മധുരം. ശേഷം നമുക്ക് ഇതൊരു 4-5 മണിക്കൂർ ഇതങ്ങനെ വെക്കാം. പിന്നെ ഇത് ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ വറവ് ചേർത്ത് ഒഴിക്കാം. പിന്നെ നമുക്ക് ഒട്ടും വൈകാതെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനിയിപ്പോൾ ഇത് 4-5 മണിക്കൂർ വെക്കണമെന്നില്ല, അപ്പം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അന്ന് തന്നെ കഴിക്കാൻ പറ്റും. പക്ഷേ 2-3 ദിവസമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ മാവ് ഒരു 4-5 മണിക്കൂർ വെക്കുന്നതായിരിക്കും ബെറ്റർ. ആ സോഫ്റ്റ്നെസ് അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ എനിക്ക് നെയ്യപ്പത്തേക്കാളും ഇഷ്ടം ഉണ്ണിയപ്പം കേട്ടോ. കാരണം ഉണ്ണിയപ്പം നമുക്ക് ഒരുപാടെണ്ണം കഴിക്കാൻ പറ്റും, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ നെയ്യപ്പമൊക്കെ നമുക്ക് ഒരെണ്ണം കഴിച്ചതിനങ്ങ് മടുക്കും അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ?